ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അഡ്രിനാലിൻ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, അഡ്രിനാലിൻ ടീം സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ന്യൂലി ഫ്രീ ഓഫ് കോസ്റ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. കാൻഡിഡിയാസിസ് നമുക്കറിയാം. Candidiasis is a fungal infection which affects humans, and it is mainly the skin, mucosa and internal organs ആണ് എഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്പീഷീസാണ് കാൻഡിഡ ആൽബിക്കൻസ്, ട്രോപ്പിക്കാലിസ്, ഗ്ലാബ്രേറ്റ്, ക്രൂസി എക്സെട്ര. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആൽബിക്കൻസിലാണ്, കാരണം ആൽബിക്കൻസ് ഇസ് ദ മോസ്റ്റ് പാത്തോജനിക്. അപ്പോൾ അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ പത്തോജനസിസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ലാബ് ഡയഗ്നോസിസ്, ഈ 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് അബൌട്ട് പത്തോജനസിസ്. പത്തോജനസിസിൽ എഴുതേണ്ട 2 കാര്യങ്ങളാണ്, പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സും വിറുലൻസ് ഫാക്ടേഴ്സും. സോ എന്താണ് ഈ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്? നമ്മുടെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കൂട്ടുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് നമുക്ക് എളുപ്പമാണ്. ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വെരി ഓൾഡ് ഏജ്, അല്ലെങ്കിൽ ഇൻഫൻസ്, അല്ലെങ്കിൽ പ്രഗ്നൻസി, ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ലോ ഇമ്മ്യൂണിറ്റി ഉള്ള കണ്ടീഷൻസ് ലൈക്ക് മാലിഗ്നൻസി ഓർ HIV, ഇൻഫെക്റ്റഡ് പീപ്പിൾ, ഇവർക്കൊക്കെ ലോ ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഇസ് മോർ. ദെൻ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സിലുള്ള പേഷ്യൻസിന് അവർക്ക് നോർമൽ ഫ്ലോറ കുറവായിരിക്കും. അപ്പോൾ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടും. ഓക്കെ, പിന്നെ ഡയബറ്റിസോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, സിങ്ക് ഡെഫിഷ്യൻസി, ഇതും കൂടെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആയിട്ട് വരാം. സോ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, ലോ ഇമ്മ്യൂണിറ്റി, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ഡയബറ്റിസ് പോലത്തെ ഉള്ള കണ്ടീഷൻസാണ് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്. വിറുലൻസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വിറുലൻസ് ഫാക്ടേഴ്സ് ആണ് അഡ്ഹസൻസ്. സോ ഈ പേര് തന്നെയുണ്ട്, ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്ഹഷൻ. ഓക്കെ, സോ അഡ്ഹസൻസ് ഉണ്ട്, പിന്നെ എൻസൈംസ് ഉണ്ട്. എൻസൈംസ് ഏതൊക്കെയാണ്? വി ഹാവ് ദി ആസ്പെർട്ടൈൽ പ്രോട്ടീനേസ്, സെറീൻ പ്രോട്ടീനേസ്, ഇതാണ് എൻസൈംസ്. ആൻഡ് ദീസ് എൻസൈംസ് ഹെൽപ്സ് ഇൻ ടിഷ്യൂ ഇൻവേഷൻ. ഓക്കെ, ദെൻ വി ഹാവ് ടോക്സിൻസ്. ടോക്സിൻസ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോപ്രോട്ടീൻ എക്സ്ട്രാക്ട്, സെൽ വാളിലുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ എക്സ്ട്രാക്ട് ആക്ട്സ് ആസ് എ ടോക്സിൻ. ദെൻ വി ഓൾസോ ഹാവ് സ്യൂഡോ ഹൈഫേ. പ്രസൻസ് ഓഫ് സ്യൂഡോ ഹൈഫേ ഇൻഡിക്കേറ്റ്സ് ആക്റ്റീവ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇത് ഇത്രയും 4 വിറുലൻസ് ഫാക്ടേഴ്സ്: അഡ്ഹസൻസ്, എൻസൈംസ്, ടോക്സിൻസ്, സ്യൂഡോ ഹൈഫേ. പിന്നെ ഈ കാൻഡിഡ ആൽബിക്കൻസിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം ഫീച്ചറാണ് ഫീനോടൈപ്പിക് സ്വിച്ചിങ്. എന്താണ് ഫീനോടൈപ്പിക് സ്വിച്ചിങ്? ഈ കാൻഡിഡ ആൽബിക്കൻസ് 3 ഫോംസിൽ നിന്ന് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ട്രൂ ഹൈഫേ, സ്യൂഡോ ഹൈഫേ, ഈസ്റ്റ്. ഈ 3 ഫോമിലും ഈ കാൻഡിഡ ആൽബിക്കൻസ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഇവേഡ് ദ ഹോസ്റ്റ് ഡിഫെൻസ് സിസ്റ്റം. സോ ഹോസ്റ്റിലുള്ള ഡിഫെൻസ് സിസ്റ്റം ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഫോം മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പിക് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ കാൻഡിഡ ആൽബിക്കൻസ്. ഇത്രയാണ് പത്തോജനസിസ്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. സോ 3 ഉള്ളത്. ഇൻവേസീവ് കാൻഡിഡിയാസിസ് ഉണ്ട്, മ്യൂക്കോസൽ കാൻഡിഡിയാസിസ് ഉണ്ട്, പിന്നെ ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ് ഉണ്ട്. ഈ 3 ഉള്ളത്. അപ്പോൾ ഇൻവേസീവ് കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് വഴി വരുന്നതാണ് ഇൻവേസീവ് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് UTI, അല്ലെങ്കിൽ ഇപ്പോൾ പൾമണറി കാൻഡിഡിയാസിസ്, സെപ്റ്റിസീമിയ, മെനിഞ്ചൈറ്റിസ്, ആർത്രൈറ്റിസ്, ലൈക്ക് സിമ്പിൾ എക്സാമ്പിൾസ് ആയത്. അപ്പം ഇതിൽ 2-3 എക്സാമ്പിൾ, ലൈക്ക് കണ്ണിലാണെങ്കിൽ ഇപ്പോൾ കെറാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതൊക്കെയാണ് ഇൻവേസീവ് കാൻഡിഡിയാസിസിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് മ്യൂക്കോസൽ കാൻഡിഡിയാസിസ്. മ്യൂക്കോസൽ കാൻഡിഡിയാസിസിലാണ് വരുന്നത് നമ്മുടെ ഓറോഫെറിഞ്ചൽ കാൻഡിഡിയാസിസ്, അല്ലെങ്കിൽ വൾവോ വെജൈനൈറ്റിസ്, ഈസോഫേജിയൽ കാൻഡിഡിയാസിസ്. സോ നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം, നമ്മുടെ ടങ്ക് കോട്ടഡ് വിത്ത് ലൈക്ക് വൈറ്റ് പാച്ചി സബ്സ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഓറോഫെറിഞ്ചൽ കാൻഡിഡിയാസിസ് എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ക്ലിനിക്കൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, പാച്ചി വൈറ്റ് കോട്ടഡ് ടങ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓറോഫെറിഞ്ചൽ കാൻഡിഡിയാസിസ്. പിന്നെ വജൈനേൻ്റെ അവിടെ വരുന്നതാണ് വൾവോ വജൈനൈറ്റിസ്. പിന്നെ വി ഹാവ് ദി ഈസോഫേജൽ കാൻഡിഡിയാസിസ്. സോ ഇതാണ് മ്യൂക്കോസൽ കാൻഡിഡിയാസിസിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പോൾ ലൈക്ക് നെയിൽ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ പസ്റ്റ്യൂൾസ് ഇൻ സ്കിൻ ഫോൾഡ്, അതിനെയാണ് നമ്മൾ ഇൻ്റർട്രിഗോ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം, ഇൻ്റർട്രിഗോ ഈ സ്കിൻ ഫോൾഡിലുള്ള പസ്റ്റ്യൂൾസ് ആണ്. പിന്നെ നെയിൽ ഇൻഫെക്ഷൻസ് ലൈക്ക് പാരോനൈക്യ ആർ ഓൾസോ എക്സാമ്പിൾസ് ഓഫ് ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ്. ഇത്രയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. സോ 3 ടൈപ്പ്
ഇൻവേസീവിലാണെങ്കിൽ എന്താ UTI, സെപ്റ്റിസീമിയ, ആർത്രൈറ്റിസ് അതൊക്കെ. മ്യൂക്കോസെല്ലാണെങ്കിൽ ഓറോഫാരിഞ്ചൽ കാൻഡിഡിയാസിസ്, വൾവോ വജൈനൈറ്റിസ്. ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസിലാണെങ്കിൽ ഇൻറ്റർട്രിഗോയും നെയിൽ ഇൻഫെക്ഷൻസ് ലൈക്ക് പാരോനൈക്യ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം ദാറ്റ് ഇസ് ലാബ് ഡയഗ്നോസിസ്. സോ ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ ആദ്യം എഴുതേണ്ടതാണ് സ്പെസിമെൻ. സ്പെസിമെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഫെക്ഷൻ. എവിടെയാണ് ഇൻഫെക്ഷൻ വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സ്പെസിമെൻ എടുക്കും. ലൈക്ക് UTI ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂറിൻ എടുക്കുക. സോ യൂറിൻ, ബ്ലഡ് അതൊക്കെയാണ് സ്പെസിമെനായിട്ട് എടുക്കുക. ദെൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗ്രാം പോസിറ്റീവ്, ഓവൽ, ബഡ്ഡിങ് കാണാൻ പറ്റും, പിന്നെ സ്യൂഡോ ഹൈഫയും കാണാൻ പറ്റും. സോ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പേർപ്പിൾ കളേർഡ് ഓവൽ സെൽസ് കാണാം, ബഡ്ഡിങ് കാണാം. പിന്നെ ഇതാണ് നമ്മുടെ സ്യൂഡോ ഹൈഫേ. സോ സ്യൂഡോ ഹൈഫയും കാണാം. അപ്പം ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് കാൻഡിഡിയാസിസ് ഇൻഫെക്ഷൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഗ്രാം പോസിറ്റീവ്, ഓവൽ, ബഡ്ഡിങ് ആൻഡ് സ്യൂഡോ ഹൈഫേ ആർ പ്രസൻറ്റ്. ഇനി ഇത് കൾച്ചർ ചെയ്ത് നോക്കിയാൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നതാണ് സെബ്രോസ് ഡെക്സ്ട്രോസ് അഗാറിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ആൻഡ് വി സി ക്രീമി വൈറ്റ് പേസ്റ്റി കോളനീസ്. ലൈക്ക് ഫോട്ടോയിൽ കാണാം ക്രീമി വൈറ്റ് പേസ്റ്റി ആയിട്ട് കാണുന്നത്. സോ സെബ്രോസ് ഡെക്സ്ട്രോസ് അഗാറിലിടുമ്പോൾ വി ഗെറ്റ് ക്രീമി വൈറ്റ് പേസ്റ്റി കോളനീസ്. ഇനി നെക്സ്റ്റ് സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ. സോ ഇപ്പോൾ കാൻഡിഡിയാസിസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു, പക്ഷെ അത് ഏത് സ്പീഷീസാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. അതിലൊരു ടെസ്റ്റാണ് ജേം ട്യൂബ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ ജേം ട്യൂബ് ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോളനീസ് എടുക്കും, എന്നിട്ട് അതും ഒരു ഹ്യൂമനോ അല്ലെങ്കിൽ ഷീപ്പ് സെറമോ ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്യും ഫോർ 2 hours. ഓക്കെ, സോ വി ഇൻക്യുബേറ്റ് ഇറ്റ് ഫോർ 2 hours. എന്നിട്ട് വെറ്റ് മൗണ്ടിൽ പോയി എക്സാമിൻ ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് ജേം ട്യൂബ്സ്. അത് എന്താണെങ്കിൽ കാൻഡിഡ ആൽബിക്കൻസ് ആണെങ്കിൽ മാത്രം ജേം ട്യൂബ്സ് ആർ ഫോംഡ്. സോ ഇതാണ് നമ്മുടെ ജേം ട്യൂബ്. സോ ജേം ട്യൂബ്സ് ഇതിനെയാണ് നമ്മൾ ജേം ട്യൂബ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്, വിച്ച് ഇസ് പോസിറ്റീവ് ഫോർ കാൻഡിഡ ആൽബിക്കൻസ്. ഓക്കെ, സോ ഫസ്റ്റ് സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ജേം ട്യൂബ് ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വി ക്യാൻ ഡു ഡാൽമൗ പ്ലേറ്റ് കൾച്ചർ. അതിൽ നമുക്ക് കിട്ടുന്നതാണ് ക്ലമീഡോസ്പോർ പ്രൊഡക്ഷൻ. ദാറ്റ് ഇസ് ഈ സാധനം. ക്ലമീഡോസ്പോർസ് ആർ ഫോംഡ് വിച്ച് ഇസ് പോസിറ്റീവ് ഫോർ കാൻഡിഡ ആൽബിക്കൻസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു കാൻഡിഡ ആൽബിക്കൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ കാൻഡിഡ ആൽബിക്കൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജേം ട്യൂബ് ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വി ക്യാൻ ഡു ഡാൽമോ പ്ലേറ്റ് കൾച്ചർ. അല്ലെങ്കിൽ നമുക്ക് ക്രോം അഗാറിൽ വെച്ച് ചെയ്യാം. ക്രോം അഗാറിൽ എന്താ, നമ്മളെ പ്ലേറ്റിൽ വി ക്യാൻ സീ ഡിഫറെൻറ്റ് സ്പീഷീസിന് ഡിഫറെൻറ്റ് കളറായിരിക്കും. ഓരോ സ്പീഷീസിന് ഓരോ കളറായിരിക്കും. അപ്പോൾ നമുക്ക് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇൻ ക്രോം അഗാർ. ഓക്കെ, നെക്സ്റ്റ് ഗ്രോത്ത് അറ്റ് 45 degrees Celsius വിച്ച് ഇസ് ഓൺലി പോസിറ്റീവ് ഫോർ കാൻഡിഡ ആൽബിക്കൻസ്. സോ ഇത് നമ്മൾ 45 degrees Celsius വെച്ച് നോക്കിയാൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഗ്രോത്ത് ഉണ്ടെങ്കിൽ ദെൻ കാൻഡിഡ ആൽബിക്കൻസ് ആണെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ ലൈക്ക് വാലിഡോഫ്, വൈടെക്, പിന്നെ മോളിക്കുലർ മെത്തേഡ്സ് ലൈക്ക് PCR. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇമ്മ്യൂണോ ഡയഗ്നോസിസ് ചെയ്യാം. ദാറ്റ് ഈസ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ബൈ എലൈസ. അത് നമുക്ക് അല്ലെങ്കിൽ ആൻറ്റിജൻ ഡിറ്റക്ഷൻ ബൈ എലൈസ, അല്ലെങ്കിൽ എൻസൈം ഡിറ്റക്റ്റ് ചെയ്യാം, മെറ്റബോളൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യാം, പിന്നെ ബീറ്റാ-ഡി ഗ്ലൂക്കാൻ എസ്സേ ചെയ്യാം. വിച്ച് ഇസ് ബീറ്റാ-ഡി ഗ്ലൂക്കാൻ ഇറ്റ് ഇസ് എ മാർക്കർ ഓഫ് ഇൻവേസീവ് ഫംഗൽ ഇൻഫെക്ഷൻ. ബീറ്റാ-ഡി ഗ്ലൂക്കാൻ എസ്സേ. ഓക്കെ, ഇത് ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇമ്മ്യൂണോ ഡയഗ്നോസിസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താ, ലൈക്ക് ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ് ആണെങ്കിൽ നമുക്ക് ടോപ്പിക്കൽ അസോൾസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് സിസ്റ്റമിക് കാൻഡിഡിയാസിസ് ആണെങ്കിൽ വി യൂസ് ഓറൽ ഫ്ലൂക്കനസോൾ. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ പെത്തോജെനസിസ് കണ്ടു. പെത്തോജെനസിസിൽ നമ്മൾ നോക്കിയത് വിറുലൻസ് ഫാക്ടേഴ്സും അതേപോലെ തന്നെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെത്തോജെനസിസിൽ കണ്ടത്. പിന്നെ നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ നോക്കി. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ 3 എണ്ണമാണ് ഉണ്ടായത്. ഇൻവേസീവ് ഉണ്ടായിരുന്നു ലൈക്ക് UTI, സെപ്റ്റിസീമിയ, ആർത്രൈറ്റിസ് അങ്ങനത്തെയൊക്കെ. പിന്നെ എന്താ ഉണ്ടായത്, മ്യൂക്കോസൽ കാൻഡിഡിയാസിസ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ്
ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ്. ഈ 3 കാൻഡിഡിയാസിസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കിയത് ലാബ് ഡയഗ്നോസിസ് ആണ്. സോ ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ സ്പെസിമെൻ അക്കോർഡിംഗ് ടു ദി ഇൻഫെക്ഷൻ നമ്മൾ എടുത്തു. പിന്നെ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്തു. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിയിൽ ഗ്രാം പോസിറ്റീവ് ഓവൽ ഷേപ്ഡ് ബഡ്ഡിങ് സെൽസ് കണ്ടു. പിന്നെ സ്യൂഡോ ഹൈഫയും കണ്ടു. ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. കൾച്ചറിൽ നമ്മൾ SDAയിലാണ് കൾച്ചർ ചെയ്തത്. ക്രീമി വൈറ്റ് പേസ്റ്റി കോളനീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ജേം ട്യൂബ് ടെസ്റ്റ്. സോ ജേം ട്യൂബ്സ് ഇതാണ് നമ്മുടെ ജേം ട്യൂബ്. ജേം ട്യൂബ് ടെസ്റ്റ് ഇസ് പോസിറ്റീവ് ഫോർ കാൻഡിഡ ആൽബിക്കൻസ്. പിന്നെ ഡാൽമൗ പ്ലേറ്റ് കൾച്ചർ ചെയ്യാം. അവിടെ നമ്മൾ ക്ലെമിഡോസ്പോർ പ്രൊഡക്ഷനാണ് നോക്കുന്നത്. ക്രോമഗാറിലാണെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർ ഡിഫറെൻറ്റ് സ്പീഷീസ്. പിന്നെ ഗ്രോത്ത് അറ്റ് 45°C, മാൽഡിറ്റോഫ്, വൈറ്റെക്, PCR. ഇത്രയാണ് നമ്മൾ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷനിൽ ചെയ്തത്. പിന്നെ ഇമ്മ്യൂണോ ഡയഗ്നോസിസിൽ നമ്മൾ മെയിൻലി ചെയ്തത് എലൈസ. ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ക്യൂട്ടേനിയസ് ആണെങ്കിൽ നമ്മൾ ടോപ്പിക്കൽ അസോൾ ആണ് ഉപയോഗിക്കുക. സിസ്റ്റമിക് കാൻഡിഡിയാസിസ് ആണെങ്കിൽ വി യൂസ് ഓറൽ ഫ്ലൂക്കനസോൾ. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിനെ സമീപിക്കാവുന്നതാണ്. നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് സെൻഡ് ചെയ്ത് തരും. താങ്ക് യു.